നമ്മൾ എഴുതി സമർപ്പിച്ച നമ്മുടെ കുടുംബത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളും ചില ആവശ്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ഈ സമയത്തെ അല്പസമയം ഒന്ന് മാറ്റാം. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ ഏത് പരാജയപ്പെട്ടവനെയും, ഏത് തോറ്റുപോയവനെയും, ഏത് കഠിന പാപികളെയും, എത്ര അഗാധ തലത്തിൽ തകർന്നു പോയവനെയും വിജയത്തിലേക്ക് എത്തിക്കുന്ന, പടുത്തുയർത്തുന്ന ഒന്നാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു ഭവനത്തിൽ ആ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഈ വചനം കേൾക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാർത്ഥന കൊണ്ടൊന്നൊരുക്കുക. പല തിരക്കുകളുടെയും പല അസ്വസ്ഥതകളുടെയും ഒക്കെ നടുവിലും ഒരു അന്തരീക്ഷത്തിലൊക്കെ നിന്നുകൊണ്ടായിരിക്കും ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നമുള്ള, പ്രതിസന്ധിയുള്ള ഒരന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ഒരു അത്ര പ്രാധാന്യമുള്ള, ഗൗരവമുള്ള ഒരു വചനമാണ് ആത്മീയമായി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഓരോ വചനത്തിനും ഒത്തിരി പ്രാധാന്യമുണ്ട്. വിലയുള്ള ഏതു കാര്യത്തിനും വില കൽപ്പിക്കണം. അപ്പോഴേ അതിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കുമ്പോഴാണ് ആ വചനത്തിൻ്റെ നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, വചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന, വചനം കേൾക്കുന്ന വിദൂര സ്ഥലങ്ങളിലിരുന്നായിരിക്കും, സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരാളായിരിക്കും. എങ്കിലും ഈ വചനം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലിരുന്ന് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയ്ക്കും ദൈവിക ഇടപെടലിനും ഒരത്ഭുത ദൈവികമായ സാന്നിധ്യത്തിനും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും, ഓരോ യുവതി യുവാക്കളും, കുഞ്ഞുങ്ങളും, പ്രായമായവരും, ഏറ്റവും പ്രായം കുറഞ്ഞവരും, ആരൊക്കെ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം ഈ ദൈവവചനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധിയിലുണ്ട്. നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വചനം പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കും, എൻ്റെ ഈ വിഷമം അത് മനസ്സിലാക്കുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടം ഏതാണോ അത് മനസ്സിലാക്കുന്നൊരു ദൈവമാണ് ഇന്ന് ദൈവവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഈ വചനം പ്രസംഗിക്കാൻ മാത്രമല്ല, ഇത് കേൾക്കുന്ന ഞങ്ങളെ ഇത് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ വചനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എഴുതപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിനാലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളെന്ന വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഇതേ പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങളുടെ ചിന്തയെ, മനസ്സിനെ, ആലോചനകളെ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരു നിമിഷം ഒന്ന് ക്രമീകരിച്ച് ഒരു പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷത്തിലൊന്നായിരുന്ന് ഈ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞൊരു കാര്യം ഈ വചനം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓർമ്മിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എനിക്ക് അന്നേരം ഒരാശ്വാസം ഉണ്ടാകാറുണ്ട്, അന്നേരം ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കേട്ട് കഴിഞ്ഞ് 5, 10, 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പഴയതുപോലെയാകും. എൻ്റെ ആ ലഭിച്ച ഒരു സന്തോഷം പോകും, ആ സമാധാനം പോകും. വീണ്ടും പഴയ ടെൻഷനും അസ്വസ്ഥതകളെല്ലാം എന്നെ ഭരിക്കാൻ തുടങ്ങും. എനിക്ക് ഈ വചനം കേട്ട് 15 മിനിറ്റത്തേക്കൊക്കെ എനിക്കതിൻ്റെ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. മറ്റൊരാൾ മറ്റൊരവസരത്തിൽ പറഞ്ഞ്, ഞാൻ ദൈവവചനം കേൾക്കുമ്പോൾ
എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കും. ഞാനൊരു ഡയറിയും കൊണ്ടുപോയി വയ്ക്കും. എൻ്റെ കയ്യിൽ എഴുതാൻ കൊള്ളുന്ന ഒരു പേനയും ഞാൻ സൂക്ഷിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ വചനങ്ങൾ ഞാൻ അന്നേരെ ബൈബിൾ പരിശോധിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഡയറിയിൽ അത് എഴുതും. നിങ്ങളുടെ ക്ലാസ് 15-20 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ആ ഡയറിയിൽ എഴുതി വെച്ച വചനങ്ങൾ ഞാൻ അതിനുശേഷം കുറേ സമയം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന് അത് പ്രാർത്ഥിക്കും. എനിക്ക് ആ ലഭിച്ച അനുഗ്രഹം എന്നിൽ തന്നെ നിലനിൽക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളിലും ഒരു കാഴ്ചക്കാരനെ പോലെയോ കേവലം ഒരു കേൾവിക്കാരെ പോലെയോ ഒരു പ്രോഗ്രാം കാണുന്ന രീതിയിലല്ലാതെ ഒരു പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിലേക്ക് വന്ന് നിങ്ങളുടെ കൈകളിൽ തുറന്നൊരു ബൈബിൾ ഉണ്ടായിരിക്കട്ടെ, എഴുതാൻ കൊള്ളുന്നൊരു പേനയുണ്ടായിരിക്കട്ടെ, എഴുതി വയ്ക്കാൻ കല്ലുന്ന നിങ്ങളുടെ ഒരു ഡയറി എടുത്ത് കയ്യിൽ പിടിച്ച് ആ വചനം ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. ആ വചനം എഴുതിയെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു സാധാരണ പോലെ കടന്നു പോകാതെ അതൊക്കെ നമുക്ക് അടയാളപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അടയാളപ്പെടുത്താൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ വചനം ഒന്ന് എഴുതി വയ്ക്കുക. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാനത് വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ഞാനത് വായിക്കാം. അതിനകത്തുള്ള ഓരോ വാക്കുകൾക്കും ചെറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച്. എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്താണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ വീട്ടിൽ 10 പേര് ഗസ്റ്റ് വരുമെന്നറിഞ്ഞാൽ നിങ്ങൾ ആ വീട് സജ്ജീകരിക്കും. 10:30-ക്കാണ് ഗസ്റ്റ് വരാൻ പറഞ്ഞിരിക്കുന്ന സമയമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് അല്ലെ തലേ ദിവസം തന്നെ തിണ്ണയും പരിസരങ്ങളെല്ലാം സജ്ജീകരിച്ച് ആ കസേരകളൊക്കെ ഓർഡറാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാ മുറികളും സജ്ജീകരിക്കും. ദൈവം നമ്മളോട് പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി വയ്ക്കും. അതാണ് സജ്ജീകരിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കേൾക്കുന്നൊരു ദൈവസ്വരം ഇതാണ്: നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ നന്മകൾ, ഏതൊക്കെയോ സൗഖ്യങ്ങൾ, ഏതൊക്കെയോ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കായി സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട്, നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് സാധാരണ മലയാളം, ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു പെൺകുഞ്ഞു ജനിച്ച് കുറച്ച് പ്രായമാകുമ്പോൾ തന്നെ അപ്പനും അമ്മയും ആ വ്യക്തിക്ക്, ആ ഒരു മകൾക്ക് 20, 25, 28 വയസ്സൊക്കെ ആകുന്ന വരെ ആ ഒരു സമയത്തെ മുന്നിൽ കണ്ട് ആ മകൾക്ക് വേണ്ടി ചില സൂക്ഷ്മങ്ങളും ചില കരുതലുകളൊക്കെ നടക്കും. മക്കൾക്ക് വേണ്ടി എല്ലാം നടക്കുമെങ്കിലും കുറച്ച് കൂടുതലായി ചിലപ്പോൾ ഒരുക്കും. ഓരോ ദിവസവും ഓരോ മാസവും കിട്ടുന്ന സാലറിയിൽ ഒരു അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും. നമ്മൾ പോലും ഒരു അപ്പനും അമ്മയും ഒരു മകളെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം, അപ്പനായ ദൈവം പറയുവാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വയ്ക്കും, സജ്ജീകരിച്ചു വയ്ക്കും. സജ്ജീകരിച്ചിരിക്കുന്നവ, എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ, സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കൊണ്ട് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് അത് കണ്ണുകൾ കൊണ്ട് ആരും കണ്ടിട്ടില്ല, ഒരു ചെവി കൊണ്ടും അത് കേട്ടിട്ടില്ല ദൈവം ഒരുക്കിയ കാര്യങ്ങളെക്കുറിച്ച്. അത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ അത് ആസ്വദിച്ചിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, ആരാധിക്കുന്നത് കാണുമ്പോൾ, സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന കാണുമ്പോൾ പലരും നമ്മളെ കളിയാക്കുന്നത്. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെപ്പോഴും ആരാധിക്കുകയാണ്, നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ്, നിങ്ങളെപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് ആ വ്യക്തിയുടെ കണ്ണ് കണ്ടിട്ടില്ല,
നിങ്ങളുടെ കണ്ണുകൾ പോലും കണ്ടിട്ടില്ല, അത് ദൈവത്തിൻ്റെ കണ്ണുകളെ കണ്ടിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പിറകോട്ട് പോകരുത്. നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടി, നിങ്ങളെന്ന കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന, അല്പം കൂടി സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, നല്ല ജീവിതമുണ്ട്, നല്ല ഭാവിയുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. ഡയറിയിൽ എഴുതി വയ്ക്കും, ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നവ, ഒരുക്കിയിരിക്കുന്നവ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്നുവരെ കാണാത്ത, കേൾക്കാത്ത ഒരു പുതിയ നന്മയും ഒരു പുതിയ വിടുതലും അനുഗ്രഹവും സ്വർഗത്തിലെ ദൈവം ഈ നിയോഗം വെച്ച് പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ കുടുംബത്തിൽ സ്വർഗത്തിലെ ദൈവം തരാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്. ഈ ദൈവം ഒരുക്കിയിരിക്കുന്നവ എന്ന വാക്ക് അതൊത്തിരി അർത്ഥമുള്ള വാക്കാണ്. ദൈവം ഒരുക്കിയിരിക്കുന്നവ, ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ, എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. എന്ത് സജ്ജീകരിച്ചിരിക്കുന്നു എന്നായി പറയുന്നത്? ഞങ്ങൾക്കതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും ചില അനുഗ്രഹങ്ങളെ കരസ്ഥമാക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുള്ള ഒരു ഭക്തൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു മനുഷ്യൻ പറഞ്ഞത് അങ്ങനെയാണ്, എനിക്കെപ്പോൾ സങ്കടങ്ങൾ വരുമെങ്കിലും ഞാൻ ഉടനെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറും, എൻ്റെ വാതിലും ആ പ്രാർത്ഥനാ മുറിയുടെ ജനലും ഞാൻ അടയ്ക്കും. ഞാൻ എൻ്റെ ഫോണെല്ലാം സൈലൻ്റാക്കി ഞാൻ മാറ്റിവെക്കും, ഫോൺ നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്കുള്ളൂ. 1000 പേരോട് പ്രാർത്ഥന ചോദിക്കും, പക്ഷേ അവരവർ ചിലപ്പോൾ പ്രാർത്ഥിച്ചുവെന്ന് വരില്ല. 1000 പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേക്കാൾ വിലയുണ്ട് നീ എന്ന വ്യക്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ. കാരണം ദൈവം നിനക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന വിശ്വാസത്തിൽ കുറവുള്ളവരോ പ്രാർത്ഥനയെ വിമർശിക്കുന്നവരോ നിങ്ങളുടെ ഭവനത്തിൽ കാണാം. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും മോശമായ വാക്കുകൾ ചിന്തിക്കുന്നവരുണ്ടാകാം, ഇതിനെ വിമർശിക്കുന്നവരുണ്ടാകാം, എപ്പോൾ നോക്കിയാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടാകാം. അവരും കേൾക്കെ ദൈവത്തിൻ്റെ സ്നേഹമുള്ളൊരു വാക്ക് പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി, വിമർശിക്കുന്ന നിനക്ക് വേണ്ടി പോലും സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വഴിയേ പോകുന്നവർക്കല്ല, വിമർശിക്കുന്നവർക്കല്ല, വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുക. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം അടുത്തതായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. കുറച്ച് വചനങ്ങൾ മാത്രമായിരിക്കത്തെ നിങ്ങൾ കേൾക്കുക. അതിനകത്ത് എന്തെങ്കിലുമുള്ള കുറേ വചനങ്ങളായിരിക്കില്ല. അത് ജീവിതവുമായി ക്ലബ്ബ് ചെയ്യാൻ കഴിയുന്ന, അത്രമേൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയ പലകയിൽ എഴുതി വയ്ക്കാൻ പറ്റുന്ന വചനങ്ങളാണ്. ഈ വചനത്തിന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും. ഈ വചനത്തിൽ നിങ്ങളെ വളർത്താൻ പറ്റും. ഈ വചനത്തിന് നിങ്ങളുടെ നിരാശകളെ മാറ്റാൻ കഴിയും. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ഡയറിയിൽ അത് എഴുതി വയ്ക്കുക. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ഈ കുഞ്ഞു വാക്യത്തിനകത്ത് ഒത്തിരി ആഴമുള്ള കുറേ വാക്കുണ്ട്. ഒന്നും കൂടെ അത് കേട്ട് നോക്കുക. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ ഇസ്രായേൽക്കാരോട് പറയുകയാണ് ദൈവം, നിങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നതുവരെ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളും ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോയ വഴികളെല്ലാം ഒന്ന് ചിന്തിച്ച് ഒരു ഗ്രാഫ് വരച്ച് നോക്കിക്കേ. ജീവിതത്തിനുണ്ട് ഇതുപോലെ ഒരു ഗ്രാഫ്. ക്രിക്കറ്റിൻ്റെ സ്കോറ് ആ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സ്കോറ് ഗ്രാഫിൽ TV സ്ക്രീനിൽ വരും. എൻ്റെ ഗ്രാഫ് ഇപ്പോൾ ആ കളി എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചു. ഇതുപോലെ ജീവിതത്തിന് ഒരു ഗ്രാഫുണ്ട്.
നമ്മുടെ ജീവിതവും 20 വയസ്സായിരിക്കാം, 30 40 60 80 100 കടന്നു വന്ന ഒരുപാട് വഴികളുണ്ട്. ജീവിതത്തിൽ കയറിയിറങ്ങിപ്പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കടന്നുപോയ വഴികളിലെല്ലാം, ആ വാക്ക് ശ്രദ്ധിക്കണം, കടന്നുപോയ വഴികളിലായിരുന്നു നമ്മൾ അനുഭവിച്ച ഒരുപാട് വിഷമങ്ങൾ. ഇന്നും നമ്മൾ കടന്നുപോയ വഴികളെ ഓർത്താണ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്. ഇന്നും നമ്മളുടെ മനസ്സിലുണ്ടായ പല മുറിവുകളും ഈ കടന്നുപോയ വഴികളിൽ ഉണ്ടായതാണ്. പലരും വിമർശിച്ചതും പലരും വല്ലാതെ താഴ്ത്തിക്കെട്ടിയതും വിശ്വസിച്ച് ചേർന്ന് നിന്നപ്പോൾ ചതിച്ചവരും ഒറ്റപ്പെടുത്തിയവരും നമ്മൾ ഒരിക്കലും ചതിക്കില്ല എന്ന് വിചാരിച്ചവർ പോലും നമ്മളെ വല്ലാതെ ചതിച്ചതുമൊക്കെ കടന്നുപോയ വഴികളിലായിരുന്നു. പക്ഷെ ബൈബിളിലെ ദൈവം പറയുവാണ്, ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ്. എന്നിട്ടൊരു ഉപമ പറഞ്ഞ്, ഒരു പിതാവ് തൻ്റെ മകനെ എന്ന പോലെ എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു അപ്പൻ തൻ്റെ മകനെ എന്ന പോലെ എന്ന് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഒരപ്പൻ തൻ്റെ മകനെ അല്ലെങ്കിൽ ഒരു മകളെ കൊണ്ടു നടക്കുന്ന രീതി, കൈ പിടിച്ച് കൊണ്ടുപോകുന്ന രീതി, എടുക്കുന്ന രീതി, അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഒരപ്പൻ തൻ്റെ മകനെ കൊണ്ടുപോകുന്നത് പോലെ. അപ്പോൾ ദൈവം ഈ പ്രായം വരെ, ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ തകർന്നു പോകാത്തതിൻ്റെയും നശിച്ചു പോകാത്തതിൻ്റെയും വീണു പോകാത്തതിൻ്റെയും ആത്മഹത്യ ചെയ്യാൻ ഒരു കയറെടുക്കാത്തതിൻ്റെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷം കഴിച്ച് മരിക്കാം എന്ന് ചിന്തിച്ച സമയത്തും അതൊന്നും എടുക്കാതെയും നിങ്ങൾ അവിടെ നിന്നൊക്കെ കരകയറി രക്ഷപ്പെട്ട് വരാൻ കാരണം ഒരു പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളെന്ന വ്യക്തിയെ കരുതിയോ വഴികൾ ജീവിതത്തിൻ്റെ പുറകുവശത്തുണ്ട്. ജീവിതത്തിൻ്റെ താളുകൾ പുറകോട്ട് മറിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നടത്തിയ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ കൈവെള്ളയിൽ വഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കേട്ട വചനമുണ്ട്. ദൈവമേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുന്ന നന്മയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനം നിങ്ങൾ മറക്കരുത്. ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചത് മറക്കരുത്. അതുകൊണ്ടാണ് ഇന്നും പിടിച്ചു നിൽക്കുന്നത്. ആ ധൈര്യമാണ് നമ്മുടെ ധൈര്യം, ആ ഒരു ശക്തിയാണ് നമ്മുടെ ശക്തി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഈ കേട്ട വചനത്തിലൂടെ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പത്രോസ് ശ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.